ഏതാനും ദിവസങ്ങൾ പിന്നിട്ടാൽ റമളാൻ നമ്മളിലേക്ക് പിറന്നു വീഴുകയാണ്. പരിശുദ്ധ റമളാനിന്റെ മഹിമയും മഹത്വവും സാധാരണ നമ്മൾ കേട്ട് ശീലമുള്ള ഒട്ടനവധി ഹദീസുകൾ തന്നെയാണ്. മനസ്സു നിറയെ പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള പുറപ്പാടിലാണ് ലോകത്തുള്ള മുസ്ലിം സമുദായം മുഴുവനും. മനസ്സിന്റെ ഉള്ളിൽ വലിയ ആനന്ദത്തോടെ, വലിയ സന്തോഷത്തോടെ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാനുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. ആ കാത്തിരിപ്പിന്റെ വേളയിൽ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ചില കാര്യങ്ങളെയാണ് ഈ അഹ്ലൻ റമളാൻ എന്ന പ്രോഗ്രാമിലൂടെ ഉണർത്താനുള്ളത്, പഠിപ്പിക്കാനുള്ളത്. വളരെ ഗൗരവമായ ചില വിഷയങ്ങൾ ഇവിടെ ആമുഖത്തിൽ ബഹുമാന്യനായ അൻസാർ ആരിക്കാടിയുടെ സംസാരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബിദ്അത്തുകളില്ലാത്ത ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതിലൂടെ മാത്രമാണ് നമ്മുടെ കർമ്മങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ വിലയുള്ളൂ, സ്ഥാനമുള്ളൂ എന്ന തിരിച്ചറിവിലേക്കാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഭൂരിഭാഗവും ചെന്നു ചേർന്നിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രപഞ്ചനാഥനായ റബ്ബിന്റെ അപാരമായ അനുഗ്രഹമാണ് പരിശുദ്ധ റമളാൻ എന്നുള്ളത്. പരിശുദ്ധ റമളാൻ എന്ന മാസത്തിന്റെ മഹിമയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന, പ്രത്യേകതകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് നമുക്ക് ഖുർആനിന്റെയും ഹദീസിന്റെയും വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞ വാചകം ഇതാണ്: അതാക്കും റമളാൻ, സ്വഹാബത്തെ നിങ്ങളിലേക്ക് ഇതാ റമളാൻ സമാഗതമായിരിക്കുന്നു. ആ റമളാനിന്റെ പ്രത്യേകതകൾ റസൂലുള്ള വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞ വാചകം എന്താണ്? തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ നാർ, നരകത്തിന്റെ കവാടങ്ങളെ കൊട്ടിയടക്കുന്ന മാസമാണ്. മാത്രമല്ല വതുഗല്ലു ഫീഹി ശയാത്തീൻ, പിശാചുക്കളെ ചങ്ങലകളിൽ ബന്ധിക്കുന്ന മാസമാണ്. ഇത് റമളാനിന്റെ മഹനീയമായ പവിത്രതയായി പരിശുദ്ധ റസൂലുള്ള, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ വാചകമാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഈ പ്രത്യേകതകളെ ഉൾക്കൊണ്ടുകൊണ്ട് റമളാനിന്റെ ബർക്കത്തും റമളാനിന്റെ ഖൈറും നേടാൻ വേണ്ടിയുള്ള പുറപ്പാടുകളിലാണ്. ശഹ്റുൻ മുബാറകുൻ, ഇത് അനുഗ്രഹത്തിന്റെ മാസമാണ്, അനുഗ്രഹീതമായ മാസമാണ് റമളാൻ. ആ റമളാൻ ഇതാ സമാഗതമാവുകയാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ റമളാനിലാണ് ഈ ഖുർആനിനെ അല്ലാഹു അവതരിപ്പിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലൂടെയുള്ള ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ മാസത്തിന്റെ പവിത്രതയില്ലേ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഈ മാസത്തിന്റെ പവിത്രത പറഞ്ഞിടത്ത് അല്ലാഹുവിന്റെ റസൂൽ ഒരു വാചകം കൂട്ടിച്ചേർക്കുന്നത് കാണാം നമുക്ക്. ശഹ്റുൻ, ഈ മാസത്തിന്റെ ഒരു പ്രത്യേകത. ലൈലത്തുൻ, ഈ മാസത്തിൽ റമളാനിൽ ഒരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മങ്ങൾക്ക് 1000 മാസത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ ഒരു രാത്രി ഈ മാസത്തിലുണ്ട്.
ആ മാസത്തിന്റെ പ്രത്യേകതയാണ്, ആ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഖദറിന്റെ രാത്രിയാണ്. പരിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞ ഖദറിന്റെ രാത്രി അതാണ്. ആ ഖദറിന്റെ രാത്രിയിലതാ ശാന്തമാണ് അന്തരീക്ഷം, ശാന്തമാണ് പരിസരം. ആ രാത്രി മുഴുവൻ പുലരുന്നത് വരെ സമാധാനമാണ്. പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാമുൻ, പ്രഭാതം വരെ സമാധാനമാണ്. എന്താ സമാധാനം? ഹത്താ മത്ലഇൽ ഫജ്ർ, നേരം പുലരുന്നത് വരെ, ഫജ്റിന്റെ സമയം വരെ ആ രാത്രി സമാധാനമാണ്. കാരണം ജിബ്രീൽ അടക്കം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മാസമാണ് ആ റമളാനിലെ ഈ രാത്രി എന്ന് പരിശുദ്ധ ഖുർആൻ എണ്ണിപ്പഠിപ്പിച്ച ആ രാത്രിയുള്ള മാസമാണ് റമളാനിന്റെ മാസം. ഈ മാസത്തിന് ഈ പവിത്രത ലഭിക്കാനുള്ള കാരണം എന്താ? മുസ്ലിം ഉമ്മത്തിനോട് ചോദിച്ചാൽ വളച്ചുകെട്ടില്ലാതെ പറയും. മുസ്ലിം ഉമ്മത്ത് ഉറക്കെ പ്രഖ്യാപിക്കും അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നതാണ് അതിന്റെ കാരണം എന്ന് അർത്ഥശങ്കക്കിടമില്ലാതെ ഈ സമുദായം ഉറക്കെ പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് ഖുർആനിൽ ഗണ്യതമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. പരിശുദ്ധ ഖുർആൻ ഈ രാത്രിയെ സംബന്ധിച്ച് വിവരിച്ചതാണ്. ഇതൊക്കെ അതിന്റെ പ്രത്യേകതകളാണ്, റമളാനിന്റെ മഹത്വങ്ങളാണ്. എത്രയെത്ര വേണം സഹോദരങ്ങളെ. റമളാനിന്റെ നോമ്പിന്റെ മഹിമ നേരത്തെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാകും. റമളാനിന്റെ നോമ്പിന്റെ മഹിമ ഇവിടെ വിവരിച്ചിട്ടുണ്ടാകും. അതേ പാപങ്ങളെ പുറത്തു കളയാൻ, കഴുകിക്കളയാൻ പറ്റുന്ന പുണ്യകർമ്മം ഉൾക്കൊള്ളുന്ന ഒരു മാസമാണ് റമളാൻ. നോമ്പിലൂടെ പാപം പൊറുക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അതേ നോക്കൂ നിങ്ങൾ, മൻ സ്വാമ റമളാൻ ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സ്വാമ റമളാന, ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, എങ്ങനെയുള്ള നോമ്പ്? നോമ്പിന്റെ നിബന്ധന എന്താണ്? ഈമാനൻ വഹ്തിസാബാ, ഈമാനൻ വഹ്തിസാബാ, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടും ഈമാനോട് കൂടിയുമാണ് നോമ്പനുഷ്ഠിക്കുന്നതെങ്കിൽ അവന്റെ നോമ്പതാ പാപം പൊറുക്കുന്ന നോമ്പായി മാറി. അവന്റെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ അതിലൂടെ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അല്ലാഹു അതിലൂടെ അവന്റെ ചെറുപാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. മറ്റൊരു ഹദീസ് എടുക്കാം. മൻ ഖാമ റമളാൻ, ആരെങ്കിലും റമളാനിൽ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ, ഈമാനൻ വഹ്തിസാബാ, ഈമാനോടെയും ഇഹ്തിസാബോടുകൂടിയുമാണ് അവൻ നമസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ചെറുപാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയായി. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ, ഈമാനൻ വഹ്തിസാബാ, ഈമാനോടെയും ഇഹ്തിസാബോടെയും നിന്ന് നിസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അതിലൂടെയും അവന്റെ പാപം പൊറുക്കുകയാണ്. പക്ഷേ നിബന്ധന എന്താ? ഈമാൻ ഉണ്ടാവണം, വഹ്തിസാബാ, പുണ്യം പ്രതീക്ഷിക്കണം. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാവണം നമസ്കാരം, നോമ്പ് ഒക്കെ നിർവഹിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം. അല്ലാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവന്റെ മകന്റെ മുഖത്തെ അല്ലാഹു അതാ അവന്റെ മുഖം 70 ഖരീഫ് നരകത്തെ തൊട്ട് അകറ്റുന്നു. അവന്റെ നരകത്തെ തൊട്ട് 70 ഖരീഫ്. ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിനെ വിവരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒരു വാചകം എന്താണെന്നറിയോ? 70 ദിവസത്തെ യാത്രാദൂരം, 70 വർഷത്തെ യാത്രാദൂരത്തെ എണ്ണയാണ് പണ്ഡിതന്മാർ.
അത്ര വഴി ദൂരം നരകത്തിൽ നിന്ന് അയാളുടെ മുഖം അകലും ഒരു നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ കിട്ടുന്ന നേട്ടാണ്. നോമ്പിന്റെ പ്രത്യേകത പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് എന്നത് തിന്മകളിൽ നിന്ന് മനുഷ്യനെ തടുത്തു നിർത്തുന്ന പരിചയാണ്. തിന്മകളെ തടുക്കുന്ന പരിചയാണ്, തിന്മകൾ പൊറുക്കാൻ കാരണമാണ്. ഒരു വെള്ളിയാഴ്ചത്തെ ജുമഅ കഴിഞ്ഞ വെള്ളിയാഴ്ചക്കിടയിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ പൊറുക്കാൻ ഒരു ജുമഅ കാരണമാകുന്നു. ഒരു വഖ്ത് നമസ്കാരം, രണ്ട് നിസ്കാരത്തിന്റെ ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാകുന്നു. എന്നതുപോലെ തന്നെ ഒരു റമദാനിന് ശേഷം ചെയ്ത തെറ്റുകൾ ഇതാ ഇനി വരാനിരിക്കുന്ന റമദാനിലൂടെ ആ പാപങ്ങൾ നമുക്ക് പൊറുക്കപ്പെടുകയാണ്, കഴുകിക്കളയുകയാണ്. എല്ലാ അർത്ഥത്തിലും ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു മാസം അല്ലേ, പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ പറ്റുന്ന മാസം, ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അതാ റമളാനു മസ്റഅത്തുൽ ഇബാദി ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി. എല്ലാ അർത്ഥത്തിലും റമളാൻ ഇതാ സമാഗതമായി, പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ സമാഗതമായിരിക്കുന്നു. എല്ലാ ഫസാദുകളിൽ നിന്നും എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും ഖൽബിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന മാസം ഇതാ സമാഗതമാകുന്നു. മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല നിയ്യത്തും നല്ല പ്രതീക്ഷയും ഒക്കെ വേണം, നല്ല ദുആ വേണം. നല്ല പ്രതീക്ഷയോടുകൂടി നല്ല തീരുമാനത്തോടുകൂടി റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കണം. റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഖൽബിന് വേണ്ടത്, എന്റെ തിന്മകൾക്കിതാ ഇവിടെ ഞാൻ അറുതി വരുത്തുകയാണ്. എന്താണ് നോമ്പ് കൊണ്ടുള്ള നേട്ടം? നോമ്പ് കൊണ്ടുള്ള നേട്ടം യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നാം നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. മുമ്പുള്ളവർക്ക് നോമ്പ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, എന്തിനാണ് നോമ്പ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്, സൂക്ഷ്മത കൈവരിക്കുന്നവരാകാൻ വേണ്ടിയാണ്. അതിനാണ് നോമ്പ്. ഈ നോമ്പടക്കമുള്ള സകല ഇബാദത്തുകളും നമ്മുടെ തഖ്വ വർദ്ധിപ്പിക്കും, ഈമാനിനെ രൂഢമൂലമാക്കും. സഹോദരങ്ങളെ, ഈ റമളാനിന്റെ സുന്ദരമായ മാസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഖൽബിലേക്ക് കൊണ്ടുവരേണ്ട, നമ്മൾ സൂക്ഷ്മത കൈവരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകളെ റമളാനിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ വീട് വൃത്തിയാക്കി, പരിസരം നന്നാക്കി, എല്ലാം റെഡിയായി, ഇനി നമ്മുടെ ഖൽബ് നന്നാക്കലാണ് പ്രധാനം. ഖൽബ് നന്നാക്കുമ്പോൾ ഒന്നാമതായി വിശ്വാസം ശരിപ്പെടുത്തലാണ് പ്രധാനം, തൗഹീദിനെ നന്നാക്കലാണ് പ്രധാനം. റമളാനിന്റെ പൂർണ്ണമായ സ്വീകാര്യതയ്ക്ക് വേണ്ടി ശിർക്ക് കലരാത്ത വിശ്വാസം വേണം, ശിർക്ക് കലരാത്ത അമലുകൾ ഉണ്ടാവണം, ശിർക്ക് കലരാത്ത ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കർമ്മങ്ങൾ ഉണ്ടാവണം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്ന വാചകം കാണാം നമുക്ക്. നാളെ റബ്ബിന്റെ കോടതിയിൽ ചില മനുഷ്യന്മാർ കടന്നു വരുന്ന രംഗത്തെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പരലോകമെന്നത് നിസ്സാരമല്ല, പരലോകമെന്നത് നിസ്സാരമല്ല. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തു നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ടുപോയി ഖബറിലേക്ക് കിടത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു വിചാരണയുടെ ലോകമുണ്ട്, അവിടെ രക്ഷയുടെ ലോകമുണ്ട്, അവിടെ ശിക്ഷയുടെ ലോകമുണ്ട്. പിന്നെ ഏതാ അവിടെ നിന്ന് വീണ്ടും അല്ലാഹു കൊണ്ടുപോകുന്ന ഒരു ലോകം യൗമുൽ ഹിസാബിന്റെ ലോകമാണ്, വിചാരണയുടെ ലോകമാണ്, മനുഷ്യരെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന ലോകമാണ്. ഈ ഭൂമിയെ പന്ത് കളി കഴിഞ്ഞ മൈതാനത്തെ പോലെ റബ്ബ് മാറ്റുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയ ലോകമാണ്. അന്നതാ ഉമ്മ അവിടെയുണ്ട്, വാപ്പയുണ്ട്, കുടുംബക്കാരുണ്ട്, ജേഷ്ഠനുണ്ട്, അനുജനുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി.
ഈ മനുഷ്യന്മാരൊക്കെ ഉമ്മണ്ട്, വാപ്പുണ്ട്, ജേട്ടനുണ്ട്, അനുജനുണ്ട്, അയൽവാസിയുണ്ട്, സുഹൃത്തുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാവരും പരലോകത്തുണ്ട്. പക്ഷെ ആർക്കും ആരെയും വേണ്ടാത്ത ലോകമാണത്. ആരും പരസ്പരം തിരിഞ്ഞു നോക്കാത്ത ലോകമാണത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈപിടിക്കണമെന്ന് ആവശ്യപ്പെടാത്ത ലോകമാണ്. കാരണം എന്താണെന്നറിയോ? അന്നത്തെ ദിവസത്തെ എണ്ണി പറഞ്ഞു പരിശുദ്ധ ഖുർആൻ, വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറ. ഒറ്റക്കൊറ്റക്കായി വരും, ആരും കൂട്ടിനില്ലാതെ, ആരും സഹായത്തിനില്ലാതെ. ഉഫാതൻ ഉറാതൻ ഉർലാ, ചേലാകർമ്മം ചെയ്യാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായി, വിവസ്ത്രരായിക്കൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒരു വിഭാഗത്തെ അല്ലാഹ് പരിചയപ്പെടുത്തുകയാണ്. ആ മനുഷ്യന്മാർ വന്നുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന സന്ദർഭത്തെ അല്ലാഹ് വിവരിക്കുമ്പോ ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹ് പഠിപ്പിക്കുന്ന വാചകത്തെ എന്റെ അങ്ങാടിയിൽ നിന്ന് എന്റെ സംസാരത്തെ വീക്ഷിക്കുന്ന സഹോദരങ്ങളെ അടിവരയിട്ട് ചിന്തിച്ചോ ഈ ആയത്തിനെ. റമദാനിന്റെ പുണ്യമാസമായ ഈ റമദാനിൽ അമലുകൾ വാരിക്കൂട്ടാനുള്ള പുറപ്പാടിലാണ്. അത് പുറപ്പെടുന്നതിന് മുമ്പ് വിശ്വാസത്തിൽ തകരാറില്ല, നമ്മുടെ കർമ്മങ്ങൾ തകർന്നു പോകില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുമോ? അതിന് കഴിയോ എന്ന് ആലോചിക്കണം. എവിടെയാണ് പറ്റിയ തെറ്റ് എന്ന് ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വാചകത്തെ നിങ്ങൾ ഇടിവരയിട്ടോ. അല്ലാഹ് പറയാണ്, ചില മനുഷ്യന്മാർ വരും, വുജൂഹു യൗമഇദിൻ ഖാശിആ, അധ്വാനിച്ച് ക്ഷീണിച്ചവരാണവർ. പേടിച്ചരണ്ട മുഖവുമായി റബ്ബിന്റെ കോടതിയിൽ വരും. പേടിച്ചരണ്ട മുഖമാണ്. ഒരിടത്ത് നിസ്കാരമുണ്ട്, അവരുടെ കയ്യിൽ നോമ്പുണ്ട്, അവരുടെ കയ്യിൽ സ്വതക്കയുണ്ട്, അവരുടെ കയ്യിൽ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമുണ്ട്, അവരുടെ കയ്യിൽ ഏറ്റവും മനോഹരമായ പുണ്യകർമ്മങ്ങളുണ്ട്. അവർ ഭയവിഹ്വലരായി വരികയാണ്. അധ്വാനിച്ചിട്ടുണ്ടവർ. മനസ്സിലൊരു സമാധാനം, ഞങ്ങളുടെ കയ്യിൽ കുറെ അമലുണ്ടല്ലോ. അമലുകൾ കൂമ്പാരമായി അവരുടെ കൈകളിലുണ്ട്. ഉണ്ടായിട്ട് എന്താണ് കാര്യം? റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ചൂടേറിയ നരകത്തിലേക്ക് അവരെ റബ്ബ് വലിച്ചെറിയുകയാണ്. നിസ്കരിച്ചിട്ടും നരകം വാങ്ങുന്നവർ, നോമ്പെടുത്തിട്ടും നരകം വാങ്ങുന്നവർ, സുഹൃതം ചെയ്തിട്ടും നരകം വാങ്ങുന്നവർ, ഇബാദത്തുകളിൽ മുഴുകിയിട്ടും നരകം വാങ്ങുന്ന ആളുകളെ അല്ലാഹ് പരിചയപ്പെടുത്തുന്നത് എന്താ? എന്താണ് അവർ ചെയ്ത തെറ്റെന്താ? അവർ ചെയ്ത കുറ്റമെന്താ? അവരുടെ വിശ്വാസത്തിലെ പിഴവാണ്. ഒന്നാമതായി മനസ്സിലാക്കിക്കോ, ഈമാൻ ഉൾക്കൊള്ളുന്നിടത്ത് അതിന് ദുർബലതയുണ്ട്, അതിൽ പുഴുക്കുത്തുകൾ സംഭവിച്ചതാണ് പ്രശ്നം. ഞാൻ വിശ്വാസമാണെന്ന് കരുതി സ്വീകരിച്ച പലതിലും ശിർക്ക് കലർന്നുപോയി, കുഫറിന്റെ ലോകത്ത് അവർ എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതാണ് ആ ശിർക്ക്? എവിടെയാണ് മനുഷ്യന് പിഴച്ചത്? അമലുകളൊക്കെ ചെയ്യുമ്പോ ഒന്നാമതായി ശിർക്ക് കലരാത്ത വിശ്വാസം നമ്മളിലുണ്ടോ നമ്മൾ അടിവരട്ടി ചിന്തിക്കണം. എന്താ ശിർക്ക്? എന്താ തൗഹീദ്? തൗഹീദ് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹായി, ആരാധനക്കർഹനായി ഒരാളും ഭൂമി ലോകത്ത് വേറെയില്ല. ആരാധിക്കപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ റബ്ബല്ലാത്ത ഒരു ശക്തിയും, റബ്ബല്ലാത്ത ഒരു വ്യക്തിയും, റബ്ബല്ലാത്ത ഒരു വസ്തുവും ഭൂമി ലോകത്തില്ല. അല്ലേ? കുട്ടീനെ തൊട്ടിയിലിട്ടാട്ടും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടും. കുട്ടീനെ തൊട്ടിയിലിട്ട് ഉമ്മ ആട്ടുമ്പോ എന്താ പാടുക? ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പാട്ട് പാടാതെ ഉറങ്ങിയ എത്ര ആൾക്കാരുണ്ട്? വളരെ കുറവാണ്. കേരളത്തിന്റെ മണ്ണിൽ, നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണ്. ഉമ്മ അത് പാടിയിട്ട് നമ്മൾ ഉറക്കുക. താരാട്ടുപാട്ടാണ് ഈ പാട്ടുമ്മ പാടുമ്പോ ഉമ്മക്ക് കയം പറയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ കാമ്പന്നാണെന്നും ഓടിച്ചിട്ടില്ല. പക്ഷെ ഇതിങ്ങനെ പാടുന്നുണ്ട്. ഇത് അഫ്ദലു ദിക്റാണെന്നും ഉമ്മാക്കറിയാം. അഫ്ദലു ദിക്റാണെന്നും ഉമ്മാക്കറിയാം. തൊട്ടിയിലിട്ട് ഇങ്ങനെ ആട്ടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആട്ടുന്നതിനിടയിൽ കുട്ടിന്റെ തല ചുമരിൽ വെച്ചിടിച്ചാൽ ബദിരീങ്ങളെ എന്ന് വിളിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ കാമ്പറഞ്ഞ ഉമ്മ വിളിക്കൂല.
സുഹൃത്തുക്കളെ, ഞാനിത് പറയുമ്പോ ബദരീങ്ങൾ മോശക്കാരാണെന്ന് ആരും വിചാരിക്കരുത്. കണ്ടോ, ഒരു ബദരീങ്ങളെ കുറ്റം പറയാണ്, ബദരീങ്ങൾ ആക്ഷേപിക്കാന്നാ തോന്നുക. ബദരീങ്ങൾ ആക്ഷേപിക്കല്ല. ആ തല ചുമരിലിടിച്ചപ്പോ വിളി വന്നതെന്താ? ബദരീങ്ങളെ എന്ന വിളിയാണ്. സഹോദരങ്ങളെ, മഹാനായ നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ലോകത്തെ പ്രഗൽഭ പണ്ഡിതനാണല്ലോ മുഹയ്യദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. മുഹ്യിദ്ദീൻ ശൈഖിന്റെ കിതാബ് എടുത്ത് ഇങ്ങനെ പരിശോധിച്ചാൽ കാണാം, അദ്ദേഹത്തിന്റെ ഫത്ഹുർ റബ്ബാനി എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ഫത്ഹുർ റബ്ബാനി ഇങ്ങനെ വായിച്ചു പോരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചില വാക്കുകൾ. മുഹ്യിദ്ദീൻ ശൈഖിന്റെ കിതാബ് നമുക്ക് എത്ര ആൾക്കാർക്ക് ഇവിടെ? മുഹ്യിദ്ദീൻ ശൈഖിന്റെ കിതാബ് രണ്ടെണ്ണേ അറിയുള്ളൂ. ഒന്ന് കുത്തുബിയത്തും പിന്നൊന്ന് മുഹ്യിദ്ദീൻ മാലിം അല്ലേ? ഈ രണ്ട് കിതാബാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയുള്ളൂ. ഒറിജിനൽ കിതാബ് ഷെയ്ഖിന്റെ കീഴിൽ ഷെയ്ഖ് രചിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഷെയ്ഖിന്റെ പേരിൽ ഒറിജിനൽ കിതാബായുള്ള 3 കിതാബാണ്. ഫത്ഹുർ റബ്ബാനി, ഫുതൂഹുൽ ഗൈബ്, ഉന്നിയത്തുൽ താലിബീൻ. 3 ഗ്രന്ഥങ്ങൾ പ്രഗൽഭമായ ഗ്രന്ഥങ്ങളാണ്. അതിൽ ഫത്ഹുർ റബ്ബാനി എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കി നിങ്ങൾ. ഫത്ഹുർ റബ്ബാനി ഇങ്ങനെ വായിച്ചു പോരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചില വാക്കുകളുണ്ട്. ഫത്ഹുർ റബ്ബാനിയിൽ തിരിയുന്ന കാര്യം എന്താണെന്നറിയോ? ആരെങ്കിലും ഒരാൾ അല്ലാഹുവല്ലാത്ത ഒരു വ്യക്തിയെ, റബ്ബല്ലാത്ത ഒരു വസ്തുവിനെ, റബ്ബല്ലാത്ത ഒരു ശക്തിയെ തന്റെ അവലംബമായി സ്വീകരിച്ചാൽ വഹുവ ഇലാഹുക, അവൻ വിളിച്ച വ്യക്തി, അവൻ ആരാധിച്ച, അവൻ സഹായതേട്ടം നടത്തിയ ആ വ്യക്തി അവന്റെ ഇലാഹായി മാറി. മനസ്സിലായോ? അത് വിഗ്രഹമാകാം, അമ്പിയാക്കളാകാം, ഔലിയാക്കളാകാം, ശുഹദാക്കളാവാം, സ്വാലിഹീങ്ങളാവാം, എന്തുമാവാം. അവർ ഇലാഹായി മാറി. ഇലാഹായി മാറി. മറ്റേടത്ത് പറഞ്ഞു വഹുവ സ്വനമുക, അതവന്റെ വിഗ്രഹമായി മാറി. പക്ഷേ നമ്മൾ വിളിച്ചു ബദരീങ്ങളെ. ഈ ബദരീങ്ങളാരാ? ബദറിന്റെ ഭൂമിയിൽ അടരാടിയവരാണ്. ബദറിന്റെ ഭൂമിയിൽ പോർക്കളത്തിലേക്ക് ഇറങ്ങി തിരിച്ചവരാണ്. അവരെന്തിനാണ് ഈ ബദറിലേക്ക് വന്നത്? ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി മക്കത്തെ മുശ്രിക്ക് അവരോട് കൽപ്പിച്ചപ്പോൾ അവര് പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാം, ബിലാൽ ഇബ്നു റബാഹ്, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് ശത്രു സമുദായത്തിന്റെ കൈകളിലേക്ക്, ഉമയ്യത്തിന്റെ കിങ്കരന്മാരുടെ കയ്യിലേക്ക് കയറ് കൊടുത്തിട്ട് മണലിലൂടെ, ആ കല്ലിന്റെ മുകളിലൂടെ ബിലാലിനെ വലിച്ചു കൊണ്ടുപോകുമ്പോ അതുഷ് എന്ന് വെള്ളത്തിനു വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആ ബിലാലിനോട് ശത്രു സമുദായം പറഞ്ഞ ഒരു വാചകം ഇതാണ്. ആ വാചകം എന്താ? അല്ലാഹനെ വിളിക്കല്ലേ, നീ ലാത്തയെ വിളിക്ക്. അല്ലാഹന്റെ കൂടെ നീ ലാത്തയെ വിളിക്ക്, നീ ഉസ്സയെ വിളിക്ക്, നീ മനാത്തയെ വിളിക്ക്. റബ്ബല്ലാത്ത മഹാന്മാരെ നീ വിളിക്കണം എന്ന് പറയുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച പ്രഖ്യാപനം അല്ലാഹു അഹദ്, അല്ലാഹ് ഏകനാണ്, അല്ലാഹ് ഏകനാണ്, അല്ലാഹ് ഏകനാണ്. ഈ പ്രഖ്യാപനം നടത്തി മഹാനായ ബിലാൽ ഇബ്നു റബാഹ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാം, കർബലയിൽ വെച്ച് മഹാനായ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ട ചരിത്രം കേട്ടിട്ടില്ലേ നിങ്ങൾ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സമുദായം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യാത്ര പോകുന്ന ഒരു സംഘം ആളുകളുണ്ട്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ. അതേ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യാത്ര പോകുമ്പോ കർബലയിൽ വെച്ചിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് അമ്പെയ്യുന്ന ഒരു ശത്രുവിനെ ചരിത്രത്തിൽ കാണാം. ആളുകൾ കുറെ ഓടിപ്പോയി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ആളുകളെ മർദ്ദിക്കുന്ന സമയത്ത്, ആക്രമിക്കുന്ന സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ഉബൈദുള്ളയുടെ സംഘം അതെ പിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. എന്തെങ്കിലും ഹുസൈനിനെ കൊല്ലാത്തത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ വേണ്ടി ഒരു മനുഷ്യനതാ കുതിരപ്പുറത്ത് വേഗത്തിൽ കടന്നു വന്നിട്ട് അയാളുടെ കുതിരയോടിച്ചു വന്ന് കുതിരയുടെ കുളമ്പ് കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തേക്ക് കുതിര കൊണ്ട് ചവിട്ടിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു താഴെ വീണു. എന്തിന്റെ പേരിലാ? ഈ ദീന് സ്വീകരിച്ചതിന്റെ പേരിലാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വെള്ളത്തിന് വേണ്ടി തൊണ്ട വറ്റിയ ഹുസൈൻ റളിയല്ലാഹു അൻഹു വാ പൊളിച്ചു നിൽക്കുമ്പോ ആ വായിലേക്ക്
അമ്പ് നെയ്ത് വിടുന്ന ശത്രുവിനെ ചരിത്രത്തിൽ കാണാം. ആ അമ്പ് വായിലേക്ക് ചെന്ന് പതിക്കുമ്പോ വായിൽ നിന്ന് രക്തം നിർഗളിച്ച് ഇങ്ങനെ പുറത്തു വരുമ്പോ ആ രക്തം കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച പ്രഖ്യാപനമുണ്ട് മുഅ്മിനേ, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വല്ലിപ്പയാണ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ ഹബീബിന്റെ നേരെ ഉയർന്നിട്ടില്ല, മദീനയിലെ ഖബർസ്ഥാനിലേക്ക് ഉയർന്നിട്ടില്ല, മദീനത്തെ പള്ളിയുടെ നേരെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ ഉയർന്നില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ ഉയർന്നത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഭരമേൽപ്പിക്കാൻ എന്റെ റബ്ബ് എത്രയോ ഉന്നതനാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട്. ഈ വിശ്വാസം ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ഈ വിശ്വാസം ഉണ്ടോ? റമളാനിന്റെ പൊടിപ്പും തുമ്മലും തട്ടി വീട് വൃത്തിയാക്കി, വീട് പരിസരം നന്നാക്കി, പള്ളികൾ തോരണങ്ങൾ കെട്ടി, പള്ളികൾ എല്ലാവിധ അലങ്കാരങ്ങളും ഒരുക്കി, പള്ളിയിലെ കാർപ്പറ്റ് പുതുക്കി, പള്ളികളെ എല്ലാം ശുദ്ധീകരിച്ച് റമളാനിനെ ഉന്മേഷത്തോടെ സ്വീകരിക്കാൻ പോകുന്ന ഉമ്മത്തെ തൗഹീദിൽ പിഴച്ചിട്ട് അമൽ ചെയ്തിട്ട് എന്താ കാര്യം? തൗഹീദിൽ തകരാറ് പറ്റിയിട്ട് അമൽ ചെയ്തിട്ട് എന്താ കാര്യം? എന്താ കാര്യം പ്രിയമുള്ളവരെ? ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്ക്, ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്ക്. ശിർക്ക് സംഭവിച്ചു പോയാൽ അവന്റെ ഇബാദത്ത് ബാത്തിലാണ്, ഇബാദത്ത് ബാത്തിലാണ്. വലഖദ് ഊഹിയ ഇലൈക, നബിയേ നിനക്ക് നാം വഹ്യ് നൽകിയിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ളവർക്കും നാം വഹ്യ് നൽകിയിട്ടുണ്ട്. ലഇൻ അശ്റക്ത, റസൂലേ താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ, നമുക്കറിയാം ഹബീബായ റസൂൽ ശിർക്ക് ചെയ്തിട്ടില്ല, പാപങ്ങൾ ചെയ്തിട്ടില്ല, എന്നിട്ടും ഖുർആൻ പ്രയോഗിക്കുന്നത് എന്താ? റസൂലിലാണ് ശിർക്കെന്ന ദുൽമ് സംഭവിക്കുന്നതെങ്കിൽ പോലും ലയഹ്ബതന്ന അമലുക, അവന്റെ അമലുകളൊക്കെ ബാത്തിലായി പോകും. 10,000 നോമ്പൂറ്റിട്ടും കാര്യമല്ല, അമലുകൾ ബാത്തിലാണ്, അമലുകൾ ബാത്തിലാണ് അല്ലേ? വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും നബിയേ. എന്താണ് അവർക്ക് സംഭവിച്ച നഷ്ടമേതാ? അവർക്ക് സംഭവിച്ച പരാജയമേതാ? ഇന്നഹു മയുശ്രികു ബില്ലാഹ്, ആരാണോ ശിർക്ക് ചെയ്യുന്നത് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്കതാ സ്വർഗ്ഗം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുമുന്നാർ, നരകമാണ് അവരുടെ സങ്കേതം. വമാലിൽ ളാലിമീന മിൻ അൻസാർ, നാളെ പരലോകത്ത് അവരെ സഹായിക്കാൻ അവരുടെ കൂടെ ആരും ഉണ്ടാവുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി നമ്മുടെ സംശയം എന്താ? മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് വരുമോന്ന്, മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് വരുമോന്ന്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആരാധനക്കർഹൻ. അതുകൊണ്ട് ഒന്നാമതായി പ്രാർത്ഥന ആരാധനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹ് പറഞ്ഞ വാക്കാണ് അല്ലേ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നബിയെ എന്റെ അടിമ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ കുറിച്ച് നബിയെ നിന്നോട് ചോദിച്ചാൽ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കണം, അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണെന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ. എന്നിട്ട് ഖുർആൻ പ്രയോഗിച്ചത് എന്താ? അല്ലാഹ് പ്രയോഗിച്ച വാചകം എന്താ? ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, ദുആ ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ.
എന്നോട് ദുആ ചെയ്യട്ടെ. അല്ലാഹ് ഉത്തരം നൽകാന്ന് റബ്ബ് പറയാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും പള്ളികളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അതുകൊണ്ട് റബ്ബിന്റെ കൂടെ ഫലാ തദ്ഉ, നീ ദുആ ചെയ്യരുത്, മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ, അഹദൻ, വേറെ ഒരാളോടും. നോക്കിങ്ങള്, അള്ളാഹിനെ ഒഴിവാക്കിയിട്ട് വേറെ ആളോടൊന്നല്ല, അള്ളാന്റെ കൂടെ നീ മറ്റൊരാളോട് നീ ദുആ ചെയ്യരുത്. അല്ലേ? ദുആ ചെയ്യണില്ലെന്ന്, ദുആ ചെയ്യുന്നില്ല. എത്ര സംഭവങ്ങൾ പച്ചക്ക് പറയാണ്. CM-നോട് ചോദിച്ചാൽ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നു. പച്ചക്ക് ചോദിക്കാണ്. നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിലെ CM മടവൂരിനോട് പ്രാർത്ഥിച്ചാൽ, ബദരീങ്ങളോട് പ്രാർത്ഥിച്ചാൽ ആ പദം തന്നെ നടത്തി പറയുന്നില്ലേ? ഇല്ലേ പ്രിയമുള്ളവരെ? നമ്മുടെ നാടുകളിൽ ആലോചിച്ചു, എത്ര വരികളാണ്, എത്ര ഗൗരവം പിടിച്ച വാക്കുകളാണ്. അല്ലാഹ് പറയാണ്, കെട്ടി ഉയർത്തിയ ഖബറിന്റെ മുന്നിലാകട്ടെ, ജീവിച്ചിരിക്കുന്ന ആൾ ദൈവത്തിന്റെ മുന്നിലാകട്ടെ, മരണപ്പെട്ടു പോയ മഹാന്മാരുടെ മുന്നിലാവട്ടെ, വിഗ്രഹത്തിന്റെ മുന്നിലാകട്ടെ, റബ്ബല്ലാത്ത എന്തിനോട് പ്രാർത്ഥിച്ചാലും ശരി, ആ പ്രാർത്ഥന ഏതുപോലെയാണ്? ലഹു ദഅവത്തുൽ ഹഖ്, അടിവരടനെ, ലഹു ദഅവത്തുൽ ഹഖ്, സത്യമായ പ്രാർത്ഥന, യഥാർത്ഥമായ പ്രാർത്ഥന. വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, റബ്ബിനോട് മാത്രമുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥമായ പ്രാർത്ഥന. റബ്ബല്ലാത്തവരോടുള്ള ദുആയില്ലേ? റബ്ബല്ലാത്തവരോട് നിങ്ങൾ ഇസ്തിഗാസയുടെ പേരിൽ, തവസ്സുലിന്റെ പേരിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമില്ലേ? ഈ ചോദ്യം ഏതുപോലെയാണെന്നറിയുമോ? ഇല്ലാ കബാസിത് കഫൈഹി ഇലൽ മാഇ ലിയബ്ലഗ ഫാ, വെള്ളത്തിലേക്ക് ഇങ്ങനെ കൈ നീട്ടിട്ട് വെള്ളം ചോദിക്കുന്നത് പോലെയാണ്. എത്ര മനോഹരമായ വിശദീകരണം, എത്ര മനോഹരമായ വിശദീകരണം, ഖുർആനിന്റെ വിവരണം. ഈ അങ്ങാടിയിൽ ഒരു കിണറുണ്ടെന്ന് സങ്കല്പിക്കുക. ആ കിണറ്റിന്റെ ചുറ്റിലും കുറെ ആളുകൾ, ആ കിണറിന്റെ ചുറ്റിലും കുറെ ആളുകൾ വന്ന് നിൽക്കുന്നു. എന്നിട്ട് ആ കിണറില് വെള്ളമുണ്ട്, പക്ഷേ വെള്ളം കോരിയെടുക്കാനുള്ള ഒരു സംവിധാനമല്ല, മോട്ടോർ സംവിധാനമല്ല, കയറും സംവിധാനങ്ങളൊന്നുമില്ല, ബക്കറ്റില്ല, ഒന്നുമില്ല. കിണറിന്റെ ആഴത്തിൽ വെള്ളമുണ്ട്, മുകളിൽ കുറെ മനുഷ്യരുണ്ട്. എല്ലാരും ഇങ്ങനെ വെള്ളത്തിലേക്ക് കൈനീട്ടിട്ട് പറയാണ്, വെള്ളം 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 വെള്ളം. വായിക്കത്തോ? എത്തൂല എന്നുള്ളത് ഉറപ്പാണ്, എത്തൂല എന്നത് ഉറപ്പാണ്. അതേപോലെയാണ് റബ്ബല്ലാത്തവരോട് ദുആ ചെയ്താലുള്ള ഗതി.